ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ ഒരു അധ്യയന വർഷത്തിലെ +1 ഹിസ്റ്ററിയുടെ അവസാന വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1 വേർഡ്, അതുപോലെ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ്ങും ആൻസേഴ്സും, അതുപോലെ തന്നെ മാപ്പ് മാർക്കിങ്ങും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് 1 വേർഡ് ആദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഇൻവെന്റഡ് സ്റ്റീം എഞ്ചിൻ? അതായത് ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് വാട്ട് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗാൻ ഇൻ, അതായത് വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ബ്രിട്ടനിലാണ് കേട്ടോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ആർട്ടിഫിഷ്യൽ ഐലാൻഡ് ഓഫ് ദ ആസ്ടെക്സ്, അതായത് ആസ്ടെക്കുകളുടെ കൃത്രിമ ദ്വീപ് ഏത്? ചിനംബസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ലാർജസ്റ്റ് ഇൻഡിജീനിയസ് സിവിലൈസേഷൻ ഇൻ സൗത്ത് അമേരിക്ക, അതായത് തെക്കേ അമേരിക്കയിലെ ബൃഹത്തായ തദ്ദേശീയ സംസ്കാരം ഏതാണ്? ഇൻകാസ് ആണ് കേട്ടോ, ഇൻകാസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ഓഥർ ഓഫ് ദ ബുക്ക് ദ മോഷൻ, അതായത് ദ മോഷൻ ആരുടെയാണ്? ഉത്തരം ഗലീലിയോ ഗലീലി ആണ് കേട്ടോ. അപ്പൊ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ 1 വേർഡിന്റെ വേറൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടെ കാണുക, കാരണം അതില് ആഡ് ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ ഒരു വീഡിയോ കൂടെ കാണാം. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 വേർഡ് മൊത്തമായിട്ട്, അപ്പോൾ +1 ഹിസ്റ്ററിയുടെ 1 വേർഡ് മൊത്തം നിങ്ങൾ കവർ ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു വീഡിയോ കാണാം. അതുപോലെ നമ്മൾ സെപ്പറേറ്റ് എസ്സേ ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ 3 മാർക്ക് മുതൽ 5 മാർക്സ് വരെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷുവർ ആണ്, ഞാൻ എപ്പോഴും ഗ്യാരണ്ടി പറയുന്നതാണ്, A+ ഉറപ്പാണ്. ഓക്കെ, A+ എന്നല്ല, അതിലും കൂടുതൽ, അതായത് ഒരു ഫുൾ മാർക്ക് റേഞ്ചിൽ വരെ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും കേട്ടോ, നമ്മളെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ. അപ്പൊ സോഷ്യോളജി എക്സാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി ഫോളോ ചെയ്ത സ്റ്റുഡൻസിന് അറിയാം, നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഹിസ്റ്ററിയും നിങ്ങൾക്ക് അതുപോലെ എളുപ്പമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഓഥർ ഓഫ് ദ ബുക്ക് ജിയോഗ്രഫി, അതായത് ആരായിരുന്നു? ടോളമി ആണ് കേട്ടോ. P വരും, P സൈലന്റ് ആണ് അതിൽ കേട്ടോ, ടോളമിയുടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ ആണ്. ദ സ്കൂൾ ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ആസ്ടെക് നൊബിലിറ്റി, അതായത് ആസ്ടെക് കുലീന കുടുംബങ്ങളിലെ കുട്ടികളുടെ സ്കൂളുകൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് എന്നുള്ളതാണ്. കാൽമെക്കാക്ക് ആണ് കേട്ടോ, കാൽമെക്കാക്ക്. ഓക്കെ, 7th ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ 8th ക്വസ്റ്റ്യൻ ആണ്. മോണ്ടെസുമ വാസ് ദ കിങ് ഓഫ്, അതായത് മോണ്ടെസുമ രാജാവായിരുന്ന സാമ്രാജ്യത്തിന്റെ പേരാണ് ആസ്ടെക്സ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് വാസ് മെയ്ഡ് ബൈ, അതായത് ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ്. ജോണസ് ഗുട്ടൻബർഗ് ആണ് കേട്ടോ. ഓക്കെ, 10th ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഓഥർ ഓഫ് ഇമാഗോ മുണ്ടി, അതായത് ഇമാഗോ മുണ്ടി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? പിയറെ ഡി ഐലി ആണ് കേട്ടോ. ഓക്കെ, 11th ക്വസ്റ്റ്യൻ നോക്കാം. ദ പിയറ്റ സ്കൾപ്ചർ ഈസ് അസോസിയേറ്റഡ് വിത്ത്, നമുക്കറിയാം പിയത്ത ആരുടെയാണ്? മൈക്കൽ ആഞ്ചലോ കേട്ടോ. നെക്സ്റ്റ്, ദ ഫൗണ്ടർ ഓഫ് ദ ഉമയ്യദ് ഡൈനാസ്റ്റി, മുഅവ്വിയ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ റോട്ട് ഷാനാമ, ഷാനാമ എഴുതിയത് ആരാണ്? ഫിർദൌസി ആണ് കേട്ടോ. ഓക്കെ, 14th ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഡിസൈൻഡ് ദ ഡ്യൂമോ ഓഫ് ഫ്ലോറൻസ്, അതായത് ഫ്ലോറൻസിലെ ഡ്യൂമോ രൂപകൽപ്പന ചെയ്തത് ആരാണ് എന്നുള്ളതാണ്. ഫിലിപ്പോ ബ്രൂണലെസ്റ്റി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ നോക്കാം. ദ പാദ്വ യൂണിവേഴ്സിറ്റി ഈസ് സിറ്റുവേറ്റഡ് ഇൻ, പാദ്വ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഇറ്റലി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഡെവലപ്ഡ് റോട്ട് അയൺ ഫ്രം പിഗ് അയൺ, അതായത് കാരിരുമ്പിൽ നിന്ന് പച്ചിരുമ്പ് ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളതാണ്. ആരായിരുന്നു? അബ്രഹാം ഡാർബി രണ്ടാമനായിരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഹൂ ഈസ് റിഗാർഡഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ ചൈന, അതായത് ആധുനിക ചൈനയുടെ സ്ഥാപകനായി കണക്കാക്കുന്നത് ആരാണ്? ആരായിരുന്നു? സന്യാസൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18th ആണ്. ദ പേഴ്സൺ ഹൂ പ്രൊപ്പഗേറ്റഡ് ദ പ്രൊട്ടസ്റ്റന്റ് ഐഡിയാസ് ഇൻ സ്വിറ്റ്സർലാൻഡ്, അതായത് സ്വിറ്റ്സർലാൻഡിൽ പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തി ആരാണ് എന്നാണ്. ഉൾറിച്ച് സ്വിംഗ്ലി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓഥർ ഓഫ് ഓൺ പ്ലഷർ, ഓൺ പ്ലഷർ എഴുതിയത് ആരാണ് എന്നാണ്. ലോറൻസോ വാലെ ആണ് കേട്ടോ. ഓക്കെ, 20th ക്വസ്റ്റ്യൻ നോക്കാം. മെക്സിക്കോ വാസ് കോൺകേർഡ് ബൈ, മെക്സിക്കോ കീഴടക്കിയത് ആരാണ്? ആരായിരുന്നു? കോർട്ടസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ബ്രസീൽ വാസ് ഒക്കുപ്പൈഡ് ബൈ, അതായത് ബ്രസീലിൽ ആധിപത്യം സ്ഥാപിച്ചത് പോർച്ചുഗീസ് ആണ് കേട്ടോ. നെക്സ്റ്റ്. തഹ്കിക് മാ ലിൽ ഹിന്ദ്, അതായത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നാണ് അതിനർത്ഥം. വാസ് റിട്ടൺ ബൈ, ആരെഴുതിയത്? അൽ ബിറൂണി ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ 1 വേർഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ പഠിക്കുക. ഓഗസ്റ്റസ് പ്രിൻസിപ്പേറ്റ് ആണ്. കോൺസ്റ്റാന്റിൻ സോളിഡസ്, സോളിഡസ് നാണയമാണ് കേട്ടോ.
നെക്സ്റ്റ് അബൂബക്കർ ഫസ്റ്റ് കാലിഫേറ്റ് ആയിരുന്നു. മുഅവിയ എന്ന് പറഞ്ഞാൽ ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ. പവർലൂം എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. സ്റ്റീം എഞ്ചിൻ ജെയിംസ് വാട്ട്. ദ മ്യൂള് സാമുവൽ ക്രോംപ്റ്റൺ. ദ വാട്ടർ ഫ്രെയിം വാസ് ബൈ ആരായിരുന്നു? റിച്ചാർഡ് ആർക്രൈറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് WEH സ്റ്റാനർ ഏതായിരുന്നു? ഒരു പുസ്തകമാണ് അത്. ദ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ സൈലൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ആൻഡ്രൂ ജാക്സൺ പ്രസിഡന്റ് ഓഫ് USA. നെക്സ്റ്റ് നോക്കാം ഹെൻറി റെനോൾഡ്സ് വൈ വേറിൻ വി ടോൾഡ്. ഓക്കെ, അതും ഒരു ബുക്കാണ്. നെക്സ്റ്റ് ലേവിസ് മെറിയം ഏതാണ്? ദ പ്രോബ്ലം ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് ഷാപ്പൂർ 1 എവിടത്തെ ആയിരുന്നു ആള്? ഇറാൻ ആണ് കേട്ടോ. അടുത്തത് ടാസിറ്റസ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ്. പ്ലൈനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി. കൈറോ ഡിക്ലറേഷൻ എന്നായിരുന്നു 1943 ആണ്. ലോങ് മാർച്ച് നടന്നത് 1934. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാലോചിക്കാം കേട്ടോ. നെക്സ്റ്റ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോ സേതോങ്ങിന്റെ നേതൃത്വത്തിൽ. നെക്സ്റ്റ് മേജി റെസ്റ്റോറേഷൻ എന്തിനു കാരണമായി? എൻഡ് ഓഫ് ഷോഗുനേറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ പറയാനുള്ളത്. ഇനി 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഹോമിനോയിഡ്സ് ആൻഡ് ഹോമിനിഡ്സ്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. നെക്സ്റ്റ് ക്യൂണിഫോം എന്താന്നുള്ളത്. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ അബ്ദുൽ മാലിക്, അതായത് അബ്ദുൽ മാലിക് സ്വീകരിച്ച നടപടികൾ. ഓക്കെ, 4th ക്വസ്റ്റ്യൻ ലീഡേഴ്സ് ഓഫ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഇൻ സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിലെ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ നേതാക്കൾ ആരാണ് എന്നുള്ളതാണ്. അടുത്തത് ക്യുറിൽ തായ് എന്താണ്? ഓക്കെ, നെക്സ്റ്റ് യാസേം യാമും. അടുത്തത് 7th ക്വസ്റ്റ്യൻ 2 ഫീച്ചേഴ്സ് ഓഫ് കാത്തഡ്രൽ ടൗൺ, അതായത് കാത്തഡ്രൽ നഗരത്തിന്റെ 2 സവിശേഷത. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ അരാവാക്കിയൻ ആൻഡ് ലുക്കായോസ്. ഓക്കെ, നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ദ ടേം ഫ്യൂഡലിസം. ഫ്യൂഡലിസം എന്ന പദം നിർവചിക്കാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ലോങ് മാർച്ചിനെ കുറിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ കേട്ടോ. ഓക്കെ, അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലുദ്ധിസം, അതായത് ലുദ്ധിസത്തെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, 12th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇമ്പാക്ട് ഓഫ് ക്രൂസൈഡ്സ് ഓൺ ക്രിസ്ത്യൻ മുസ്ലിം റിലേഷൻ, അതായത് ക്രിസ്ത്യൻ മുസ്ലിം ബന്ധത്തിൽ കുരിശ് യുദ്ധങ്ങളുടെ സ്വാധീനം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ 2 മാർക്സിൽ വരുന്നത്. അപ്പോൾ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ വളരെ ചുരുക്കി എഴുതിയാൽ മതി കേട്ടോ. ഒരു 4 പോയിന്റ്സ്, അതായത് ഒരു 4 വരിയിലൊക്കെ എഴുതിയാൽ മതി. 2 മാർക്സ് നിങ്ങൾക്ക് മൊത്തമായിട്ടും തന്നെ കിട്ടും. അത് ഫുൾ പോയിന്റ്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് അതിനെ സ്കോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴാണ് ഒരു ഹാഫ് പേജോ അല്ലെങ്കിൽ ഒരു 3/4 പേജൊക്കെ എഴുതണം നിങ്ങൾ കേട്ടോ. എന്നാലാണ് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാപ്പ് മാർക്കിംഗ് നോക്കാം. സ്പെയിന് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മെഡിറ്ററേനിയൻ സീ, മെദീന, ബാഗ്ദാദ്, റോം, ഈജിപ്ത്, മെക്ക, പലസ്തീൻ, റെഡ് സീ, സഹാറ ഡെസേർട്ട്, ഡമാസ്കസ്, കൈറോ, റൈൻ റിവർ, കോൺസ്റ്റാന്റിനോപ്പിൾ, അതുപോലെ കാർത്തീജ്, അലക്സാൻഡ്രിയ, ആന്റിയോക്ക്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മാപ്പിൽ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ ഒരു 2-3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കട്ടോ. കോൺസ്റ്റാന്റിനോപ്പിൾ എ കാണിച്ചിരിക്കുന്നതാണ്, ഡമാസ്കസ് ബി ആണ്, മെദീന സി, കാസ്പിയൻ സി ഡി കേട്ടോ. അതുപോലെ ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടോ, മെഡിറ്ററേനിയൻ സി, അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ, റിവർ റൈന്, റിവർ ഡാന്യൂബ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നോക്കി നിങ്ങൾ പഠിക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും ഓക്കെ. അടുത്തത് അപ്പോൾ നമ്മൾ എ പറയുന്നത് കാർത്തീജ് ആണ്, അതുപോലെ അലക്സാൻഡ്രിയ, ആന്റിയോക്ക്, കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് എവിടെ നോക്കുക, മെക്ക, മെദീന, കൈറോ, കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. മാപ്പ് മാർക്കിംഗ് ഇത് ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ. ഇംഗ്ലണ്ട്, സ്പെയിന്, ബഹാമസ്, സൗത്ത് അമേരിക്ക. ഓക്കെ, അപ്പൊ ഇന്ത്യ ഇതാ ഇവിടെ കിടക്കുന്ന കണ്ടോ, ഇന്ത്യ, അതാണ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് +1 ഹിസ്റ്ററിയിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞതാണ്. ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നാളത്തെ എക്സാം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ഒരു പേടിയും വേണ്ട, ഒരു ടെൻഷനും വേണ്ട, നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം പേപ്പറിൽ കാണിക്കുക കേട്ടോ. നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും എവിടെയൊക്കെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ എഴുതി വെക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.